വെൽക്കം ടു എൻമിഷൻ ഗുരു. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് ക്വാണ്ടം കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൽ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതൊരു അണ്ടർ ഗ്രാജുവേറ്റ് കെമിസ്ട്രി തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സിന്റെ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റിന്റെ ഡെപ്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതിന്റെ സിഗ്നിഫിക്കൻസ് ഇവിടെ എന്താണ്, അത് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ ഫിസിക്കൽ പ്രോപ്പർട്ടിയെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആണ് അതിനായി ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അത് പൊസിഷൻ ആകാം, മൊമെന്റം ആകാം, എനർജി ആകാം, അങ്ങനെ മെഷർ ചെയ്യാവുന്ന ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി, ഒരു സിസ്റ്റത്തിന്റെ, ഒരു പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടി, അത് റിയൽ വാല്യൂ ആണെങ്കിൽ അതിന് സിഗ്നിഫിക്കന്റ് ആവുള്ളൂ, അതിനൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളൂ, ഒരു ഫിസിക്കൽ സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. രണ്ട് തരം വാല്യൂസ് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഒന്ന് ഐഗൺ വാല്യൂ. ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെഷർമെന്റിൽ ആക്ച്വലായി കിട്ടേണ്ട വാല്യൂ. ഒന്നിലധികം ഐഗൺ വാല്യൂസ് ഉണ്ടെങ്കിൽ ആ വാല്യൂസ് ഒക്കെ മെഷർമെന്റിൽ പലതവണയായി കിട്ടാം എന്ന് നമുക്ക് തൽക്കാലം മനസ്സിലാക്കാം. ഇനി എന്താണ് എക്സ്പെക്ടേഷൻ വാല്യൂ? വളരെയധികം മെഷർമെന്റ്സ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസിന്റെ ആവറേജിനെയാണ് എന്ത് പറയുക? എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുക. ഈ രണ്ട് വാല്യൂസും എന്താവണം? റിയൽ ആയിരിക്കണം, എങ്കിലേ ഒരു ഫിസിക്കൽ സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. ആ കൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സിന്റെ കാര്യത്തിൽ എങ്ങനെ സംഗതമാകുന്നു എന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ഫിസിക്കൽ വേരിയബിൾ ഉണ്ടാവണം, അതിന് റിയൽ, എക്സ്പെക്ടേഷൻ, ഐഗൺ വാല്യൂസ് ഉണ്ടാവണം. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഫിസിക്കൽ വേരിയബിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിന് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവണം, എങ്കിലേ എന്ത് വരുള്ളൂ? ഈ രണ്ട് വാല്യൂ, ഐഗൺ വാല്യൂവും എക്സ്പെക്ടേഷൻ വാല്യൂവും റിയലായി വരികയുള്ളൂ. എക്സ്പെക്ടേഷൻ വാല്യൂവിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ത് തന്നെ ആവണം? അത് തന്നെ ആവണം. റിയൽ വാല്യൂ ആയതുകൊണ്ട് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഒന്ന് തന്നെ ആകണം. ആ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നത് ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് കാണാം, ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന്റെ ഹെർമിഷ്യൻ കോഞ്ചുഗേറ്റ് എന്ന് പറയാം. ഒരു ഓപ്പറേറ്ററിന്റെ ഹെർമിഷ്യൻ കോഞ്ചുഗേറ്റ് അല്ലെങ്കിൽ അഡ്ജോയിന്റ് എന്ന് പറയും മാത്തമാറ്റിക്സിന്റെ ഭാഷയിൽ. അത് എന്താവണം? സെയിം ഓപ്പറേറ്റർ തന്നെ ആവണം. അങ്ങനെ സെൽഫ് അഡ്ജോയിന്റ് ആവുന്നത് തരം ഓപ്പറേറ്റേഴ്സിന് മാത്രമേ എന്താകാൻ കഴിയുള്ളൂ? ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആവാൻ കഴിയുള്ളൂ. റിയൽ ഐഗൺ വാല്യൂവും റിയൽ എക്സ്പെക്ടേഷൻ വാല്യൂവും തരാൻ കഴിയുള്ളൂ. അപ്പോ അതുകൊണ്ടാണ് ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലെ ഓപ്പറേറ്റേഴ്സ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. എന്തുകൂടി ആവണം? ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആവണം. ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് മാത്രമേ എന്ത് തരികയുള്ളൂ? റിയൽ ഐഗൺ വാല്യൂവും റിയൽ എക്സ്പെക്ടേഷൻ വാല്യൂവും തരാൻ കഴിയുള്ളൂ എല്ലായ്പ്പോഴും. അപ്പൊ അത്തരം ഓപ്പറേറ്റേഴ്സെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇത് അതിന്റെ ഇക്വേഷൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. നമുക്ക് ഐഗൺ വാല്യൂവിൽ നിന്ന് ഇതിനെ അപ്രോച്ച് ചെയ്യാം. ആദ്യം എക്സ്പെക്ടേഷൻ വാല്യൂവിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം, ഐഗൺ വാല്യൂവിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം. ഐഗൺ വാല്യൂവിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം. നമ്മുടെ ഒരു ഓപ്പറേറ്റർ എ ക്യാപ് ഉണ്ടെന്ന് കരുതുക. നമ്മുടെ വേവ് ഫംഗ്ഷൻ സൈ ആണ്. അത് ഒരു ഐഗൺ ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചോളൂ, സൈ. അപ്പോൾ നമുക്ക് അതിന്റെ ഐഗൺ വാല്യൂ ഇക്വേഷൻ എ സൈ ഈക്വൽസ് സ്മോൾ എ സൈ. സ്മോൾ എ എന്താണ്? ഐഗൺ വാല്യൂ ആണ്. ഐഗൺ വാല്യൂ എന്താവണം? റിയൽ ആവണം. റിയൽ ആയണമെങ്കിലേ അതൊരു ഫിസിക്കൽ സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി നമ്മൾ എന്ത് എടുക്കുക? ഇതിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുക. അപ്പോ എ സ്റ്റാർ സൈ സ്റ്റാർ, എ ക്യാപ് സ്റ്റാർ സൈ സ്റ്റാർ ഈക്വൽസ് എ സ്റ്റാർ സൈ സ്റ്റാർ. എ റിയൽ ആയതുകൊണ്ട് എ സ്റ്റാറും എന്താണ്? റിയൽ ആണ്, സെയിം ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്താവുന്നു? ആ ഇക്വേഷൻ എ സൈ സ്റ്റാർ എന്നാകുന്നു. ഈ ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് നമ്മൾ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുക. ഇത് കുറച്ചുകൂടി അല്പം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ മുമ്പ് കണ്ട രണ്ട് ഇക്വേഷൻസ്, ആദ്യത്തെ ഇക്വേഷനെ സൈ സ്റ്റാർ കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ സൈ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. സൈ നോർമലൈസ്ഡ് ആണെന്നും കരുതുക. സൈ നോർമലൈസ്ഡ് ഫംഗ്ഷൻ ആണ്, എങ്കിലേ നമുക്ക് ഒരു ഫിസിക്കൽ സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് നേരത്തെ കണ്ടു കഴിഞ്ഞു. മുൻപറഞ്ഞ രണ്ട് ഇക്വേഷൻസിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ ഇക്വേഷനെ സൈ സ്റ്റാർ കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ സൈ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ഓവർ ഓൾ കോർഡിനേറ്റ്സ്. എക്സും വൈ ഇസഡും കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ 3 കോർഡിനേറ്റിലും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ ഏത് രീതിയിലാകുന്നു എന്ന് നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ എന്താകുന്നു? അതിനെ സൈ സ്റ്റാർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ എന്തായി? സൈ സ്റ്റാർ എ സൈ ഡി ടോ
d2 represent all the coordinates. അതിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കണം? ഇപ്പുറത്ത് എന്താവും? a psi star psi d2. ഏതിന്റെ ഇന്റഗ്രൽ? psi star psi d2യുടെ ഇന്റഗ്രൽ. അതെന്താണ്? അത് നമ്മുടെ നോർമലൈസേഷൻ കണ്ടീഷൻ ആണ്. അതെന്തായിരിക്കണം? psi star psi d2 മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്തായിരിക്കണം? 1 ആകണം എന്നുള്ളത് നോർമലൈസേഷൻ കണ്ടീഷൻ ആണ്. നമ്മുടെ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ഫംഗ്ഷൻ ആണെന്ന് കരുതുക. അപ്പോ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇന്റഗ്രൽ എന്തായി? 1 ആയി. ചുരുക്കി പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായി? ഐഗൻ വാല്യൂ തന്നെയായി, a ആയി. റൈറ്റ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാം. രണ്ടാമത്തെ ഇക്വേഷൻ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? psi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? psi a cap star psi star d2 ഇന്റഗ്രൽ is equal to a ഇന്റഗ്രൽ ഓഫ് psi star d2 എന്ന് തന്നെ കിട്ടുന്നു. ഇനി ഇന്റഗ്രൽ ഓഫ് psi star d2 എന്താണ്? ഇവിടെയും 1 തന്നെയാണ്. അപ്പോ റൈറ്റ് ഹാൻഡ് സൈഡും എന്തായി? a ആയി. അപ്പൊ ഈ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും എന്തായി? ഏഗൻ വാല്യൂ ആയി, a ആയി. അപ്പോ ഈ ഇക്വേഷൻസ് രണ്ടും എന്താണ്? തുല്യമാണ്. സോ സിൻസ് ബോത്ത് ഇന്റഗ്രൽസ് ഈക്വൽ a, they must be equivalent. ഈ രണ്ട് ഇക്വേഷനും ഇക്വലന്റ് ആയിരിക്കണം. അപ്പോ നമുക്ക് ആ ഇക്വേഷൻസിനെ ചേർത്ത് എഴുതാം. ഇന്റഗ്രൽ ഓഫ് psi star a cap psi d2 equals integral of psi a cap star psi star d2. ഇനി ആ ഫംഗ്ഷൻസ് കമ്മ്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ്. ഈ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എങ്ങനെ എഴുതാം? a star psi star psi d2 എന്ന് എഴുതാം. അപ്പോ നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടുന്നു. ഈ എക്സ്പ്രഷൻ ആണ് ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സിന്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. എന്താണത്? psi star ഓപ്പറേറ്റർ a psi d2 is equal to a star psi star psi d2. അപ്പോ ആദ്യത്തെ ഇന്റഗ്രലിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് രണ്ടാമത്തെ ഇന്റഗ്രൽ. അത് രണ്ട് ഈക്വൽ ആണ് എന്നാണ് അർത്ഥം. ഇക്വാലിറ്റി മീൻസ് ദാറ്റ് a cap is Hermitian. Operators which satisfy this condition are called Hermitian. ഇതാണ് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ. എന്താണെന്ന് ചോദിച്ചാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പറേറ്ററിന് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയാം. അത്ര മതി നമുക്ക് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. റൈറ്റ്. ഈ ഇന്റഗ്രൽ, ഈ കാണിച്ചിരിക്കുന്ന ഇന്റഗ്രലിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റും അതും ഒന്നായി വരുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ ഓപ്പറേറ്റർ എ ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹെർമിഷ്യൻ ആയിരിക്കും. ഹെർമിഷ്യൻ എന്ന് പറഞ്ഞാൽ എ ക്യാപ്പിന്റെ അഡ്ജോയിന്റ് എന്ന് പറയും. അഡ്ജോയിന്റും എ ക്യാപ്പും സെയിം ആയിരിക്കും. സെൽഫ് അഡ്ജോയിന്റ് എന്ന് പറയും. എക്സ്പെക്ടേഷൻ വാല്യൂവിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് ഹെർമിഷ്യൻ ഓപ്പറേറ്ററിനെ അപ്രോച്ച് ചെയ്യാം. എന്താണ് ഒരു ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ? അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റും സെയിം ആയിരിക്കണം. എന്നാലേ റിയൽ വാല്യൂ എന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ. അപ്പോ നമ്മുടെ എ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ആണെന്ന് കരുതുക. എ ക്യാപ്പ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെർമിഷ്യൻ ഓപ്പറേറ്റർ. അപ്പോൾ എയും എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ എക്സ്പെക്ടേഷൻ വാല്യൂവിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റിന് തുല്യമായിരിക്കണം. അല്ലെങ്കിൽ അത് റിയൽ വാല്യൂ ആണ്. എങ്കിലേ ആ ഓപ്പറേറ്ററിനെ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതാം. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ഈക്വൽസ് ഇന്റഗ്രൽ ഓഫ് psi star a cap psi d2. അതെന്തിന് തുല്യമായിരിക്കണം? അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റിന് തുല്യമായിരിക്കണം. അതായത് ഈ ഇന്റഗ്രലിന്റെ ഹോൾ കോംപ്ലക്സ് കോൺജുഗേറ്റ്. റൈറ്റ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യപ്പെടുന്നു? അത് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. എന്താവുന്നു? ഇന്റഗ്രൽ ഓഫ് psi a cap psi star a cap psi star അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് d2. നമുക്കപ്പോ എങ്ങനെ എഴുതാം ഇക്വേഷൻ? ഇന്റഗ്രൽ ഓഫ് psi star a cap psi d2 is equal to ഇന്റഗ്രൽ ഓഫ് psi a cap psi star d2 എന്ന് എഴുതാം. എന്താണത്? ഇതാണ് ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ വാല്യൂവിന്റെ അടിസ്ഥാനത്തിലും ഈ ഡെഫിനിഷനിലേക്ക് വരാം. ഇത് ഒബേ ചെയ്യുന്ന, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് അത്തരം ഓപ്പറേറ്റേഴ്സ് എന്തായിരിക്കും? സെൽഫ് അഡ്ജോയിന്റ് ആയിരിക്കും. അഡ്ജോയിന്റിന്റെ മാത്തമാറ്റിക്കൽ ഡീറ്റെയിൽസിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സിന്റെ പ്രോപ്പർട്ടീസിലൂടെ ഒന്നുകൂടി പോകാം. ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സിന് റിയൽ ഐഗൻ വാല്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതില് ഇമാജിനറി നമ്പർ ഇൻവോൾവ് ചെയ്യുന്ന വാല്യൂ ആവരുത്, ഒരു
റിയൽ ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം ഐഗൺ വാല്യൂ. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, പൊസിഷൻ, മൊമെന്റം, എനർജി തുടങ്ങിയത് എന്ത് കിട്ടണം? നമുക്ക് റിയൽ നമ്പേഴ്സ് ആയിട്ട് കിട്ടണം. അത് ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സിന്റെ ഐഗൺ വാല്യൂസേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? റിയൽ നമ്പേഴ്സ് ആയി കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കപ്പെടുന്നത്, ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ റെപ്രസെന്റ് ചെയ്യാൻ. ഇനി നമുക്കൊരു ഓപ്പറേറ്ററിന്റെ ഐഗൺ ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഐഗൺ ഫങ്ഷൻസ് എങ്ങനെയുള്ളത് ചൂസ് ചെയ്യാം? നമുക്ക് മ്യൂച്വലി ഓർത്തോഗോണൽ ആയിട്ടുള്ള ഐഗൺ ഫങ്ഷൻസ്, അങ്ങനെയുള്ള ഐഗൺ ഫങ്ഷൻസിനെ ചേർത്ത് ഒരു കംപ്ലീറ്റ് സെറ്റ് ഫോം ചെയ്യും എന്നാണ് പറയുന്നത്. എന്താണ് ഓർത്തോഗോണൽ എന്നുള്ളത് നമുക്ക് പിന്നീട് വിശദമായി കാണാം. ഇവിടെ ഓർത്തോഗോണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്റ്റർ ഇമാജിൻ ചെയ്യുക. അപ്പോൾ എക്സ് ആക്സിസിലുള്ള ഒരു വെക്റ്റർ, അതിന്റെ y കോർഡിനേറ്റും z കോർഡിനേറ്റും 0 ആയിരിക്കും. അതുപോലെ y കോർഡിനേറ്റിലുള്ള ഒരു വെക്റ്റർ എക്സ് കോർഡിനേറ്റിലും z കോർഡിനേറ്റിലും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അത്തരം വെക്റ്റേഴ്സ് മ്യൂച്വലി ഓർത്തോഗോണൽ ആണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ നമ്മുടെ ഐഗൺ ഫങ്ഷൻസ്. ഐഗൺ ഫങ്ഷൻസ് എന്ന് പറയുന്നത് വെക്റ്റേഴ്സ് ആണ്. ഈ വെക്റ്റേഴ്സിന്റെ മ്യൂച്വൽ പ്രൊജക്ഷൻസ് ഉണ്ടായിരുന്നത്, മ്യൂച്വൽ പ്രൊജക്ഷൻസ് 0 ആയിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഓർത്തോഗോണാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഓർത്തോഗോണാലിറ്റി അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പിന്നീട് കാണാം. ഇപ്പോൾ ഓർത്തോഗോണൽ എന്ന് പറഞ്ഞ് മ്യൂച്വലി ഓർത്തോഗോണൽ ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ ഒരു സെറ്റ് നമുക്കൊരു ഓപ്പറേറ്ററിനുണ്ടാകും, ഒരു ഹെർമിഷ്യൻ ഓപ്പറേറ്ററിനുണ്ടാകും. ആ സെറ്റിനെ കംപ്ലീറ്റ് സെറ്റ് എന്ന് പറയുന്നു. ഇനി ഈ കംപ്ലീറ്റ് സെറ്റിന്റെ സാങ്കത്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന്, കംപ്ലീറ്റ് സെറ്റിൽ നിന്ന് എന്തുണ്ടാകാം? മറ്റ് ഫങ്ഷൻസ് ഉൽപ്പാദിപ്പിക്കാം. അതിന്റെ ലീനിയർ കോമ്പിനേഷനും എന്തായിരിക്കും? ഈ ഓപ്പറേറ്ററിന്റെ ഒരു ഫംഗ്ഷൻ തന്നെ ആയിരിക്കും, ഓപ്പറേറ്ററിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ലീനിയർ കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. ഈ ലീനിയർ കോമ്പിനേഷൻ ഉണ്ടാക്കലാണ് നമ്മൾ ഹൈബ്രിഡൈസേഷനിൽ ഒക്കെ കാണുന്നത്. അപ്പോൾ അവിടെ ഐഗൺ ഫങ്ഷൻസ് ആണ്, എസ് പി ഓർബിറ്റൽസ് എന്നൊക്കെ പറയുന്നത് അവിടെ ഐഗൺ ഫങ്ഷൻസ് ആണ്. അതിനെ എന്ത് ചെയ്യുക? മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോന്നിനെയും ഓരോ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് മിക്സിംഗ് ഓഫ് ഓർബിറ്റൽ. ഓക്കെ, താങ്ക് യു. ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് കരുതുന്നു. നമ്മുടെ കെമിസ്ട്രി അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി തൽക്കാലം. താങ്ക് യു. വീണ്ടും കാണാം. മറ്റൊരു എപ്പിസോഡുമായി വൈകാതെ വീണ്ടും കാണാം. താങ്ക് യു.